ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഞാനും ഭവിയും അമ്മൂമ്മയും ഷർണീച്ചയും കൂടെ ഇന്നൊരു ഈവനിങ് വാക്കിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് വാക്കിന് പോയിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഞാനും അമ്മയും ഭവിക്കുട്ടിയും അമ്മൂമ്മയും ഷർണീച്ചയും എല്ലാവരും കൂടെ ഇന്ന് പൂജപ്പുര പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ ഇടയ്ക്കിടയ്ക്ക് ആ പാർട്ട് ഉണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോളൂ. അപ്പോൾ ഇത് ഈവനിങ് വാക്കിൻ്റെ വ്യൂസാണ് കേട്ടോ. അപ്പോൾ ഭവിയെ കൊണ്ട് അമ്മൂമ്മ ഏകദേശം ഒരാഴ്ചയായിട്ടേ ഉള്ളൂ വീട്ടിൽ വന്നിട്ട്. അപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് നമ്മൾ ഈവനിങ് വാക്ക് പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഭവി ഭയങ്കര ഹാപ്പിയാണ്. ഡെയിലി ഇപ്പോൾ ഒരു 4:30, 5 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കറക്കമാണ് ആൾക്ക്. വേറെ ഒരിടത്തുമല്ല, ജംഗ്ഷനിൽ ജസ്റ്റ് നടക്കാൻ പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടുത്തെ വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്തതിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അതിനുശേഷം പൂജപ്പുര പാർക്കിലെത്തി. വീട്ടിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, തൂത്തുവാരാനും വിളക്കൊക്കെ കത്തിക്കാനും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൂജപ്പുര പാർക്കിലോട്ട് വന്നു. പൂജപ്പുര പാർക്കിൽ ഞാനും ഭവിയും അമ്മയും ഷർണീച്ചയും അമ്മൂമ്മയും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഭവി പാർക്കിൽ ഇങ്ങനെ വരുന്നത്, അതുകൊണ്ട് തന്നെ ആൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിള്ളേരൊക്കെ ഈ ഊഞ്ഞാലാടുന്നതും കളിക്കുന്നതൊക്കെ നോക്കി ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു, എന്താ പറയുക, ആളുടെ എക്സ്പ്രഷൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആൾ നല്ല ഹാപ്പിയാണ്. പിന്നെ ചേച്ചി ഭവീന്ന് വിളിക്കുമ്പോഴത്തേക്കും ആളിങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. പിന്നെ വേറെ വലുതായിട്ട് പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അമ്മയ്ക്കൊരു പേഴ്സണൽ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് പൂജപ്പുരയുടെ അടുത്ത് വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മ നമ്മളെ ഇവിടെ ഇരുത്തിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അമ്മ കട വരെ പോയിരിക്കുകയാണ്. അപ്പോൾ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങുകയും പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ലാബിൽ റിപ്പോർട്ട് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ലാബിൽ റിപ്പോർട്ടൊക്കെ വാങ്ങാൻ ഭവിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിപ്പോർട്ടൊക്കെ വാങ്ങണമെന്നായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അമ്മ പോയിരിക്കുകയാണ്. ആൻഡ് ഭവിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് എടുക്കുന്ന ടൈമിലൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചെടുത്തതായിരുന്നു. ബട്ട് കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ ഓർക്കുമ്പോൾ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ തോന്നുന്നില്ല. എനിവേ, ബാക്ക് ടു മൈ വീഡിയോ. നമ്മൾ പൂജപ്പുര പാർക്കിൽ നിന്ന് കുറച്ച് നേരം അമ്മയെ വെയിറ്റ് ചെയ്ത് ക്ഷീണിച്ചപ്പോഴത്തേക്കും നമ്മൾ തേയില കുടിക്കാനായി പോയി. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ടീ കുടിച്ചു. അതിനുശേഷം ഷർണി ചേച്ചി ഊഞ്ഞാലിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാടി. അതിനുശേഷം ഇവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൽ കയറാനുള്ള രീതിയിലല്ലായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്, കാരണം പ്രീ പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നല്ലോ. ആൻഡ് സോ നമ്മൾ പെട്ടെന്ന് അമ്പലത്തിൽ കയറിയില്ല. പുറത്തു നിന്ന് ദീപാരാധന കണ്ട് തൊഴുതു ഇറങ്ങി. അതിനുശേഷം അമ്മ വന്ന് ഭവിയെ ഇവിടുത്തെ ഈ സീസോയിലും ഡക്കിലും ഒക്കെ ഇരുത്തി. ആൾ ഭയങ്കര ഹാപ്പിയാണ്. ആദ്യം കുറച്ച് വാശി പിടിച്ചു, കരഞ്ഞു. പിന്നെ ആൾക്ക് അത് ഇഷ്ടമായി. പിന്നെ എണീക്കാനായിരുന്നു ആൾക്ക് മടി. ഈ സീസോയിലിരിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടില്ലേ. അടുത്തത് ഈ താറാവിലിരുന്ന് കറങ്ങുന്നതും നിങ്ങൾക്ക് കാണാം. ആൻഡ് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അടുത്ത വരുന്ന വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റില്ലേ. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ എന്തെങ്കിലുമുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അങ്ങനെയാണല്ലോ. അപ്പോൾ എല്ലാ വീഡിയോസും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാനും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ചാനലിലെ എല്ലാ വീഡിയോസും എനിക്ക് അധികം ഇഷ്ടമൊന്നുമില്ല. ബട്ട് അവർ ഇടുന്നതിൽ ഏതെങ്കിലും ഒരു 100 വീഡിയോസ് ഇട്ടാൽ അതിലൊരു 70% കൊള്ളാമെന്നുള്ളത് കാണും. അതുപോലെ എൻ്റെ ചാനലിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെപ്പോലൊരു കുഞ്ഞ് സബ്സ്ക്രൈബറെ വളർന്നു വരാനായിട്ട് നിങ്ങൾ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഷർണി ചേച്ചി കുഞ്ഞിനെ ഭവിയെന്ന് വിളിക്കുമ്പോൾ അവളിങ്ങനെ നോക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു, എടീ നീ അത് വോയിസിൽ ആഡ് ചെയ്യണേ എന്നോട് പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ അഭിപ്രായം പ്രമാണിച്ച് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പാർക്കിൽ ഈവനിങ്ങിൽ നമ്മളിരുന്ന ടൈമിൽ ചേച്ചി ഭവിയെന്ന് വിളിച്ചപ്പോൾ അവൾ തിരിഞ്ഞ് നോക്കുന്ന ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എൻഡ് വരെ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു വോയിസ് കേൾക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ കുറേ നേരം പാർക്കിലൊക്കെ ഇരുന്ന ശേഷം വീട്ടിലോട്ട് പോകുന്ന കാഴ്ചയാണ് അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ വലിയ കാര്യമില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം ഭവി ആദ്യമായിട്ട് പാർക്കിൽ വന്നു. നമ്മൾ ഈവനിങ് വാക്കിന് പോയി. അതിനെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറാനായിട്ട് പാർക്കിൽ നിന്ന് ഇറങ്ങുന്നു. ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇത്രയും പേര് ഓട്ടോയിൽ കയറാൻ കുറച്ച് പാടായിരുന്നു. ഭവി അമ്മയുടെ മടിയിലും ചേച്ചി എൻ്റെ മടിയിലുമാണ് ഇരുന്നത്. പിന്നെ ഭവിയുടെ പേര് നമ്മളിപ്പോൾ വീട്ടിൽ ലച്ചൂട്ടി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ മേ ബി ഞാൻ
ലച്ചൂട്ടി എന്ന് പറഞ്ഞാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മനസ്സിലാക്കണം, ഒന്നുകൂടെ ഭവിക്കുട്ടിയുടെ പേര് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്തോട്ടെ ഞാൻ. ഇഷ്ടപ്പെട്ടോ വീഡിയോ? ലൈക്ക് ചെയ്യുമോ നിങ്ങൾ? ലൈക്ക് ചെയ്യണം. നമ്മളിതാ വീട്ടിലോട്ട് ഇറങ്ങുകയാണ്. വീണ്ടും അവിടെ റോഡിൽ കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.